സോ ഗൈസ് എല്ലാവരും ആപ്പായിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജാസിന്റെ ഗർഭം എന്ന് പറയുന്നത്. അപ്പം കണ്ടിന്യൂസ്ലി എനിക്ക് ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട് ആ ഒരു സാധനം എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചു ഒരു കോണ്ടന്റ് അല്ലേ എന്നല്ല, നമ്മളിപ്പം പ്രൊമോഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റേണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊമോഷൻസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളടുത്ത് കോണ്ടന്റ് ബേസ് ചെയ്തു തന്നാൽ നന്നായിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മൾ ചിലപ്പം ആ ഒരു കോണ്ടന്റിന്റെ ബേസിലായിരിക്കും പ്രൊമോഷൻസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ലെറ്റ് പേയ്മെന്റ് കിട്ടുന്നുണ്ടാവും ആ ഒരു പ്രൊമോഷന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ അല്ല, ഇത് ഡേ ബൈ ഡേ ഭയങ്കര വേസ്റ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട് ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നില്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നന്റ് ആവുക അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ പറയുന്നത് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. അതിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അവരുടെ പ്രൊഫൈലിലുള്ള വീഡിയോസ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറെ മറ്റേ താരാട്ടുപാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, പിന്നെ നമ്മൾ എന്താണത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബലൂൺ വീർപ്പിച്ച് വെച്ചതാണോ, ഇനിയിപ്പം മറ്റേ മീഷോന്ന് നമ്മള് ഫേക്ക് പ്രഗ്നൻസി, സിനിമയിലൊക്കെ ഫേക്ക് പ്രഗ്നൻസി കാണിക്കാൻ വേണ്ടി ഉള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ വെച്ചിട്ട് വാങ്ങി വെച്ചതാണോ എന്നൊന്നും അറിയില്ല. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്നിടുന്ന വീഡിയോയില് ഒരു 4-5 മാസം പ്രായമുള്ള വയറാണെങ്കിൽ നാളെയുള്ള ഒരു 7 മാസം പ്രായമുള്ള വയറാണ്. പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇടുന്ന വീഡിയോയിൽ വയറില്ല. അത് എന്ത് തരം മാജിക് ആണത്? പിന്നെ മുതുകാട് പോലും ഇത്ര പിന്നെ കിടിലൻ മാജിക് കാണിക്കില്ല, ജാസി കാണിക്കുന്നത് പോലെയുള്ള മാജിക്. അപ്പം കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ച് പ്ലേ ചെയ്ത് തരാം. ആദ്യം പറയേണ്ടത്, ഇവർ ഈ പരിപാടിക്ക് വിളിച്ചിട്ട് അവിടെ ഈ ഓൺലൈൻ മീഡിയാസ് പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ജാസിക്ക് എത്ര മാസമായി, റെസ്റ്റ് എടുക്കണം, ടേക്ക് കെയർ, മാങ്ങ വേണോ, തേങ്ങ വേണോ, ചെരങ്ങ വേണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇവനൊന്നും വീട്ടിലൊന്നും സ്ത്രീകളൊന്നും ഇല്ലേ? അതാ ഞാൻ ചിന്തിക്കുന്നത്. ഇവനെ പെറ്റതാന്നല്ല ഞാൻ പറയുന്നില്ല. ഞാന് കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. മിസ്റ്റേക്ക് ഉണ്ട്, ലോക്ക് ആയിപ്പോയി, നമുക്ക് കാണാം. മീൻസ് ഞാനല്ല എങ്കിൽ പോലും ഐ പ്രൗഡ് സേ ഐ ആം എ മദർ. അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാകും. അത് ഒരു വളരെ സീക്രട്ട് ആയിട്ട് ലൈഫിൽ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്, വെരി പേഴ്സണൽ സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈകാതെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് 7 മാസത്തിലല്ലേ, 5 ആയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. ഞാൻ സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു എന്താ പറയാ, സീരിയസ്ലി അങ്ങനെ കുറെ കാര്യമൊന്നും പറയണ്ട. ഇതുവരെ പറഞ്ഞ കാര്യം തന്നെ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാം. എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പ്രസവിക്കോ എന്ന് ഞാൻ അവിടെ പറഞ്ഞില്ല. ഞാൻ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ സറോഗസി വഴി ആയിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കാം. എന്റെ കുട്ടീനെ അഡോപ്റ്റ് ചെയ്താന്നുള്ളത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു എന്നാണ് എനിക്ക്. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ആണ് നമുക്ക്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോടുമ്പാതെ നീ പഞ്ഞിച്ചോരുൾ മാനസം. കമന്റ് സെക്ഷൻ ടോപ്പ്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പിന്നെ വിഷമങ്ങൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമാതിരി വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചാൽ മതി. കിടലൻ. പിന്നെ വേറൊരു സാധനം കൂടി കാണാം. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണ്. ഞാൻ ദത്തെടുക്കുന്ന കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയാൻ എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ഐ എം പ്രൗഡ് ടു സേ ഐ എം മദർ. ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നതാണ്. നാളെ എന്റെ ഈ വീഡിയോ എന്റെ കുട്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ദത്തെടുത്ത കുട്ടിയെന്ന് അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എനിക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സരോഗസി വഴിയാണ് കുട്ടികളെ ഉണ്ടാക്കേണ്ടത്. അതൊക്കെ ഞങ്ങൾ പേഴ്സണൽ ഞങ്ങളുടെ ലൈഫിൽ വളരെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ ഞാൻ കണ്ടിട്ട് പോലും ആ സാധനം. അപ്പൊ ഫേമസ് ഓക്കെ, അപ്പം ഫേമസ് ആവാനാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ നിങ്ങൾ ദത്തെടുക്കുന്നത് എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഒരു കുട്ടീനെ നിങ്ങൾ ദത്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും സറോഗസി വഴി നിങ്ങൾ പിന്നെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ വിഷയമാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി വെക്കണം. അതല്ലാതെ എന്ത് പ്രോഗ്രാമിന് ഇപ്പം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വയറമ്മ കൈവെക്കുക, പിന്നെ ഇത് ഛർദിക്കാൻ വരുന്നത് പോലെ പിന്നെ കാണിക്കുക, അല്ലെങ്കിൽ തല കറങ്ങുന്ന പോലെ കാണിക്കുക, ഏതെങ്കിലും മറ്റേ ബ്യൂട്ടി സലൂണിലോ അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് ഞാൻ ആശിനെയും കൂട്ടിയിട്ട് ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നത്
ഗർഭിണി ആയിട്ടുള്ള ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്നത് തന്നെയാണ്. അതിനി നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കളിയാക്കലല്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ദത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണത്. നിങ്ങൾ ദത്തെടുക്കുക, ആ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് ആ ഒരു സൈഡ് അങ്ങനെ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല എന്ത് എന്റെ പേഴ്സണൽ ലൈഫാണ്, ഞങ്ങളെ പ്രൈവസി കയറിയ ആൾക്കാർ ഇടപെടുന്നു. നിങ്ങൾക്കറിയില്ല ഇവർ ഈ ക്യാമറയും കൊണ്ടുവന്നിട്ട് മൈക്ക് നിങ്ങളെ കയ്യിൽ തരുന്ന സമയത്ത് ഇവർക്ക് എന്താ വീട്ടിൽ പോയി അവരെ ഗാലറിയിൽ നോക്കാനാണോ നിങ്ങളോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്? അല്ല, അവരത് അപ്ലോഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഒരു സാധനം പബ്ലിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് പേഴ്സണൽ പ്രൈവസി ഞങ്ങളുടെ പ്രൈവറ്റ് കാര്യം എന്നില്ല, അത് പബ്ലിക്കായി കഴിഞ്ഞു. അത് നിങ്ങൾക്കും അറിയാം. മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിന് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇല്ല. ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ആക്ട്രസ് ആയിട്ടുള്ള നയൻതാര പ്രസവിച്ചിട്ടില്ല, പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല, അവരും സെറുഗേറ്റഡ് മദറാണ്, ആനയാണ് ചേനയാണ് ചെരങ്ങയാണെന്നൊക്കെ. ആരെയൊക്കെ വെച്ചിട്ടാണ് ഈ കമ്പയർ ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഇസ്, അതിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ ആൾക്കാർ നല്ല രീതിയിലുള്ള റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ്, ആസ് എ ലേഡി ഇറ്റ്സ് എ റിക്വസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രഹസനങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. പബ്ലിക്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ വയറൊക്കെ പിടിച്ചിട്ട് നടക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ഗർഭിണികൾ നടക്കുന്നത് പോലെ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണെന്നോ അല്ല സിനിമകളൊക്കെ കണ്ടിട്ട് ആ സിനിമയിൽ എങ്ങനെയാണ് ഞാനും കൂടി ഒന്ന് ട്രൈ, അങ്ങനെയാണോ? നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു അമ്മയാവാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര മോശമാണ്. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ ഭയങ്കര മോശമാണ്. നിങ്ങൾ ദത്തെടുത്തോളൂ, നിങ്ങൾ അല്ലാണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ, കുട്ടീനെ വളർത്തിക്കോളൂ. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദത്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാനൊരു സെറോഗേറ്റഡ് മദർ ആവുകയാണെന്നുണ്ടെങ്കിലും എന്റെ കുട്ടി ഇത് അറിയാൻ പാടില്ല. പിന്നെ നിങ്ങളെ കുട്ടി ഇത് അറിയില്ലേ? നിങ്ങൾ കണ്ട സ്റ്റേജിലൊക്കെ മൈക്ക് വെച്ചിട്ട് പ്രൗഡ് മദർ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ കുട്ടി നാളെ കാണില്ല. അല്ലെങ്കിൽ നിങ്ങളെ കുട്ടി ഒരു പ്രായം എത്തുന്ന സമയത്ത് നിങ്ങൾ ഒരു എന്താ പറയാ സ്ത്രീ അല്ല, നിങ്ങളൊരു സ്ത്രീ അല്ല എന്നുള്ളത് നിങ്ങളെ കുട്ടിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കി വരില്ല. രണ്ട് പുരുഷന്മാർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുരുഷന് ഗർഭിണിയാവാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായതല്ല നിങ്ങളെ കുട്ടിക്ക് മനസ്സിലാവില്ലേ? അതല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ചോദ്യങ്ങളാണ് ഇത്. ആക്ച്വലി എനിക്കുള്ള നമ്മളെ മൈൻഡിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. വാട്ട് എവർ ഇറ്റ് ഇസ്, പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദയവേത് നിങ്ങൾ നിർത്തുക. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അത് പ്രൊമോഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഡേ ബൈ ഡേ നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര വേഴ്സ്റ്റ് ആയിക്കൊണ്ട് വരികയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവര് പോലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏത് വ്യക്തി, ജെൻഡർ എന്നല്ല ഏതൊരു വ്യക്തിയും ആവട്ടെ, അങ്ങനെ ഉണ്ടാവാം. അവരൊക്കെ നിങ്ങളെ ഹേറ്റ് ചെയ്യുന്ന രീതിയിൽ അയാൾക്കായിരിക്കും ഇനി പോകുന്നത്. ഇനിയുള്ള ഫംഗ്ഷൻസിനും കാര്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവേദിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അപ്പം ഇത്രയാണ് എനിക്ക് ഇതിൽ പറയാനുണ്ടായിട്ടുള്ളത്. ഞാനും അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. ഇവർ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളോടൊന്നും ആസ് എ സ്ത്രീ ഞാൻ യോജിക്കുന്നില്ല.